ബംഗളൂരു സെൻട്രൽ MP ശ്രീ PC മോഹന്റെ പ്രതികരണം തേടി അദ്ദേഹമാണല്ലോ ഈ വിജയിച്ചു വന്നയാൾ. അതിൽ അദ്ദേഹം പറയുന്നത് രാഹുൽ ഗാന്ധി ബംഗളൂരു സെൻട്രലിലെ വോട്ടർമാരെ പ്രത്യേകിച്ച് തനിക്ക് വോട്ട് ചെയ്ത ഹിന്ദു വോട്ടർമാരെ അവഹേളിച്ചു എന്നാണ്. ഒരു നിന്റെ ചാട്ട എങ്ങോട്ടാണെന്നൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ഡാറ്റയുടെ അടിസ്ഥാനത്തിൽ കാര്യങ്ങൾ ചോദിക്കുമ്പോൾ അതിൽ ഹിന്ദു മുസ്ലിം ഒക്കെ കൊണ്ടുവരുന്നത് എന്തിനാണ്? അല്ല നിഷ, അത് ഹിന്ദു മുസ്ലിം എന്തിനു കൊണ്ടുവരുന്നു എന്നുള്ള കാര്യം അദ്ദേഹം പറയട്ടെ. അതിനകത്ത് ഞാനിപ്പോ അതിനകത്തേക്ക് പോകാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം നിങ്ങൾക്ക് ഇപ്പൊ വേണ്ടത് ഡേറ്റയാണ്, നിങ്ങൾക്ക് ഇപ്പൊ വേണ്ടത് ഫാക്ട് ആണ്. ആ ഡേറ്റയും ഫാക്ടും ഞാൻ തരാം. PC മോഹന്റെ അടുത്ത് വരെ പോകണമെന്നില്ല. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നിങ്ങളുടെ ഇന്നത്തെ പ്രധാന PC മോഹനെയാണ് സംശയത്തിന് നിലനിർത്തിയിരിക്കുന്നത്. അപ്പൊ ആ ചോദ്യത്തിന് അദ്ദേഹത്തിന് ഉത്തരവില്ല. അദ്ദേഹം പറയുന്നു ഹിന്ദു വോട്ടർമാരെ അവഹേളിച്ചു വന്നത്. അദ്ദേഹം ഞാൻ തരാമെന്ന് പറഞ്ഞില്ലേ നിഷ? ഉത്തരം ഞാൻ തരാമെന്ന് പറഞ്ഞില്ലേ? ഉത്തരം ഞാൻ തരാം. നിഷ സമാധാനപ്പെടും, ഞാൻ തരാം. എന്റെ ഉത്തരം സാറ്റിസ്ഫൈഡ് ആകുന്നില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ PC മോഹന്റെ അടുത്ത് വരെ പോയാൽ മതി എന്നാണ് ഞാൻ പറഞ്ഞത്. ഞാൻ തരാം, ഞാൻ ഇട്ടിരിക്കല്ലേ. ഒന്നാമത്തെ കാര്യം, തെളിവിൽ ഞെട്ടിയോ എന്നുള്ളതാണ് നിങ്ങൾ ചോദിച്ചിരിക്കുന്ന പ്രധാനപ്പെട്ട ചോദ്യം. ഞെട്ടണമെന്നുണ്ടെങ്കിൽ തെളിവ് വേണം. തെളിവെന്ന് പറയുന്നത് എവിഡൻസ് ആണ്. അതിനകത്ത് ഫാക്ട് ഉണ്ടാവണം. ആ ഫാക്ട് ഉള്ള ഒരു കാര്യം മുമ്പോട്ട് വെക്കുമ്പോൾ മാത്രമാണ് അതിനെ നമ്മൾ തെളിവ് എന്ന് പറയുന്നത്. അല്ലാതെ നമുക്ക് ആർക്കും എന്ത് ആരോപണം വേണമെങ്കിലും ഉന്നയിക്കാം. ഇപ്പോ എന്താണ് ഈ ബിസിനസ്സിനകത്ത് ഒരു തന്ത്രമുണ്ട്. ഇഫ് യു കാൻ കൺവിൻസ് ദെൻ കൺഫ്യൂസ് എന്ന് പറയും. എന്താണ് കൺവിൻസ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ കൺഫ്യൂസ് ചെയ്ത് വിട്ടേക്കാന്നുള്ള ആരോപണം. രാഹുൽ ഗാന്ധി കുറച്ച് നാളായിട്ട് ഉന്നയിച്ചുകൊണ്ട് വരുന്ന ആരോപണങ്ങളുടെ ഒരു പൊതുശൈലി എന്ന് പറഞ്ഞാൽ അതാണ് വെറുതെ കൺഫ്യൂഷൻ ക്രിയേറ്റ് ചെയ്യുക, ശേഷം കോടതിയിൽ പോയിട്ട് മാപ്പ് പറയുക, അവിടെ നൂരി വരിക. ബൈ ബൈ ടാറ്റ ഗുഡ് ബൈ. ഇവരാരും പറഞ്ഞിട്ട് വിശ്വാസ്യത ഇല്ലാത്തതുകൊണ്ടാണ് തോന്നുന്നു ഈ മഹാഭാരതത്തിൽ യുധിഷ്ഠിരനെ ഇറക്കിയിട്ട് എന്താണ് അശ്വത്ഥാമ ഹതകുഞ്ചര എന്ന് പറയുന്നത് പോലെ തന്നെ ശ്രീ NK പ്രേമേന്ദ്രനെ പോലെ കുറച്ച് ക്രെഡിബിലിറ്റി ഉള്ള ആൾക്കാരെയൊക്കെ കൊണ്ടിരുത്തിയിട്ട് അതേ നുണ ആവർത്തിച്ച് പറഞ്ഞാൽ പൊതുജനം വിശ്വസിക്കുമെന്നാണ് അവർ കരുതുന്നത്. ശ്രീ NK പ്രേമേന്ദ്രൻ ഉന്നയിച്ച ബാംഗ്ലൂർ സെൻട്രൽ ആ വിഷയത്തിൽ നിന്ന് ഞാൻ തുടങ്ങാം. ദൈവമേ, മൂർഖനെയാണല്ലോ ചവിട്ടിയത്. That's why in fact I took my decision to arrange the marriage. 7 അസംബ്ലി കോൺസ്റ്റിറ്റ്യുവൻസികളിൽ കോൺഗ്രസ് ലീഡ് ചെയ്തപ്പോൾ ഒരിടം മാത്രം BJP ലീഡ് ചെയ്യുന്നു. അതും ഫാക്ച്വലി തെറ്റാണ്. ആക്ച്വലി അത് ആരോപണമായിട്ട് ഉന്നയിക്കണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് മഹാരാഷ്ട്രയിലെ ധുലെ ലോക്സഭാ കോൺസ്റ്റിറ്റ്യുവൻസിയിലായിരുന്നു. ഇത് ഒന്നാമത്തെ കള്ളം രാഹുൽ ഗാന്ധി പറഞ്ഞത്. ഇനി രണ്ടാമത്തേക്ക് ഞാൻ വരാം. രണ്ടാമത്തേന്ന് പറയുന്നത് അദ്ദേഹം കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു ആദിത്യ ശ്രീവാസ്തവ എന്ന് പറയുന്ന ഒരാളെ ചൂണ്ടിക്കാണിച്ചിട്ട് അദ്ദേഹം പറഞ്ഞിരുന്നു ഇദ്ദേഹത്തിന് 2 സംസ്ഥാനങ്ങളിൽ വോട്ടുണ്ട് എന്ന് പറഞ്ഞു. ഒന്ന് ബാംഗ്ലൂരിലും വോട്ടുണ്ട്, പിന്നെ ഒന്ന് UP-യിലും വോട്ടുണ്ട് എന്ന് പറഞ്ഞു. ഇന്ന് വളരെ വ്യക്തമായിട്ട് ഇലക്ഷൻ കമ്മീഷനും ആദിത്യ ശ്രീവാസ്തവനെ നേരിട്ടും വന്ന് പറയുന്ന സാഹചര്യം ഉണ്ട്. എനിക്ക് ഒരിടത്ത് മാത്രമേ വോട്ടുള്ളൂ, ഞാൻ ഒരിടത്ത് മാത്രമേ വോട്ട് ചെയ്തിട്ടുള്ളൂ. ഞാൻ UP-യിൽ നിന്ന് ട്രാൻസ്ഫർ ആയി ബാംഗ്ലൂരിലേക്ക് വന്ന സമയത്ത് എന്റെ വോട്ട് ഇങ്ങോട്ടേക്ക് ചേർക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഞാൻ ഇവിടെ മാത്രമേ വോട്ട് ചെയ്തിട്ടുള്ളൂ. രണ്ടാമത്തെ കള്ളം. വട്ടുണ്ടോ ഇവനെ എങ്ങനെയാണ് കാണാൻ? എങ്ങനെയാണ് മൂന്നാമത്തെ കള്ളം, അദ്ദേഹം ഇന്നൊരു ഫാമിലിയെ എടുത്തിട്ട് ഓം പ്രകാശ് ബാഗ്രി എന്ന് പറയുന്ന ഒരു ഫാമിലിയുടെ എടുത്തു വെച്ചിട്ട് ഇവര് മുഴുവനും ഫേക്ക് വോട്ടേഴ്സ് ആണ് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം പ്രസ് മീറ്റ് വിളിച്ചിട്ട് പവർ പോയിന്റ് ഒരു വലിയ മണ്ടത്തരം പറയുന്നുണ്ടായിരുന്നു. അന്ന് ആ ഫാമിലി തന്നെ ഇന്ന് നേരിട്ട് വന്ന് എല്ലാ മാധ്യമങ്ങളുടെ മുമ്പിൽ ഞങ്ങൾ ഫേക്ക് വോട്ടേഴ്സ് ഒന്നുമല്ല, ഞങ്ങൾ യഥാർത്ഥത്തിൽ ജീവിച്ചിരിക്കുന്ന ആൾക്കാരാണെന്ന് പറയുന്നുണ്ടായിരുന്നു. മൂന്നാമത്തെ പോയിന്റ്. ഇനി നാലാമത്തെ പോയിന്റ് പ്രധാനമായിട്ട് അദ്ദേഹം പറഞ്ഞ ആരോപണം എന്തായിരുന്നു? 25 സീറ്റുകളിൽ BJPക്ക് 33,000 വോട്ടിൽ താഴെയാണ് ലീഡ്. ഈ 25 സീറ്റുകൾ ഞങ്ങളിൽ നിന്ന് അവർ മോഷ്ടിച്ചെടുത്തതാണ് ചെറിയ വോട്ടുകളുടെ ലീഡിന്. ശരിയാണ്, BJPക്ക് 242 MPമാരുണ്ട്. അതിനകത്ത് 25 പേർക്ക് 33,000 താഴെയാണ് വോട്ട്. അതായത് ഏതാണ്ട് 10% സീറ്റുകൾ BJP അങ്ങനെ ജയിച്ചിട്ടുണ്ട്. ഞാൻ തിരിച്ചൊന്ന് ചോദിക്കട്ടെ, 98 സീറ്റുകളാണ് നിലവിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് ഇന്ത്യയിൽ MPമാരായിട്ടുള്ളത്. ഞാൻ കണക്കെടുത്ത് വെച്ചിട്ടുണ്ട്. ഞാൻ ഇന്ന് വൈകുന്നേരം കോൺഗ്രസിന്റെ വെബ്സൈറ്റിൽ പോയിട്ട് നിങ്ങളുടെ MPമാരുടെ ഓരോരുത്തരുടെയും പേരെടുത്ത് വെച്ചിട്ട് ഓരോ കോൺസ്റ്റിറ്റ്യുവൻസിയിലെ അവരുടെ ലീഡ് ഞാൻ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. 20 മണ്ഡലങ്ങളിലാണ് നിങ്ങൾക്ക് 33,000 റേഞ്ചിന് താഴെ വോട്ടുള്ളത്, ലീഡുള്ളത്. 20 മണ്ഡലങ്ങളിൽ. അതായത് BJP 10% സീറ്റുകളാണ് 33,000 താഴെ ജയിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ എന്ന് പറഞ്ഞാൽ 20%. 98-ൽ 20 എന്ന് പറയുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കണം. ചണ്ഡീഗഡിൽ 2,000 വോട്ടിനാണ്, സസാറത്തിൽ 20,000-നാണ്, ആറ്റിങ്ങലിൽ നിങ്ങൾ ശരിക്കും 1,000-നാണെന്നുണ്ടെങ്കിലും BJP-യുമായിട്ടുള്ള ഡിഫറൻസ് 15-16 ആണ്. തിരുവനന്തപുരം പാർലമെന്റിൽ 16,000-ആണ്, സൗത്ത് ഗോവ 13,000-ആണ്, ബനസ്കന്തയിൽ 30,000-ആണ്, സോണിപ്പട്ടിൽ 21,000-ആണ്. മുഴുവൻ ലിസ്റ്റ് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പൊ രാഹുൽ ഗാന്ധി ഇത്തരത്തിലുള്ള വിഡ്ഢിത്തരങ്ങൾ പബ്ലിക്കായിട്ട് നിന്ന് വിളിച്ചു കൂവി കഴിയുമ്പോൾ പൊതുജനങ്ങൾ തന്നെ ഇറങ്ങി വന്നിട്ട് നിങ്ങൾ ഞങ്ങളെ കുറിച്ചിട്ട് ഫേക്ക് ആയിട്ടുള്ള കാര്യങ്ങളാണ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നതെന്ന് പറയുമ്പോൾ എന്നിട്ട് ഇലക്ഷൻ കമ്മീഷന്റെ ഉദ്യോഗസ്ഥരെ നോക്കിയിട്ട് അദ്ദേഹം പറയുകയാണ് എന്താ, ഞാൻ നിങ്ങളെ എല്ലാവരെയും ഞങ്ങൾ അധികാരത്തിൽ വരുമ്പോൾ പാഠം പഠിപ്പിക്കും. എന്തിന്? ഇമാതിരി പോക്കൃതം കാണിക്കണം. രാഹുൽ ഗാന്ധി പറഞ്ഞതിന് ഒരു വശം മാത്രമാണ് താങ്കൾ പറഞ്ഞത്, അത് മുഴുവൻ ഞാൻ കേട്ടു. രാഹുൽ ഗാന്ധി പറഞ്ഞ രണ്ടാം വശത്തെ കുറിച്ച് താങ്കൾ പറയുന്നില്ലല്ലോ. വീട്ടുപേര് 0, അച്ഛന്റെ പേര് XYZ, അങ്ങനെയുള്ള ആളുകളൊക്കെ ശരിയായ വോട്ടർമാർ തന്നെയാണെന്ന് BJPക്ക് ബോധ്യമുണ്ടോ? ഇല്ല, ബോധ്യമില്ല. ഞങ്ങൾ എന്തിനാ അതിനകത്ത് ബോധ്യപ്പെടേണ്ട കാര്യം? താങ്ക് യു. ിടത്തോളം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് പരാതി ഉണ്ടെന്നുണ്ടെങ്കിൽ അത് എവിടെയാണ് ഇന്നത്തെ മലയാള മനോരമ പത്രത്തിൽ തന്നെയുണ്ട്. നിഷേധത്തൊന്ന് വായിച്ചാൽ ഇന്ത്യ
പേരുകൾ എല്ലാ പത്രമാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. തെരഞ്ഞെടുപ്പ് കമ്മീഷണറുടെ പ്രസ്താവനയോ ശ്രീ യുവരാജ് ഗോകുൽ സോഴ്സസ് എന്ന് പറഞ്ഞ് വ്യക്തിപരമായി അയച്ചു കൊടുക്കും മാധ്യമപ്രവർത്തകർക്ക്. എന്താണെന്നറിയോ, തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വൃത്തങ്ങൾ എന്ന് സ്വയം അദ്ദേഹത്തെ തന്നെ വിശേഷിപ്പിക്കുകയാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വൃത്തങ്ങൾ ഞാൻ വായിച്ചു തരാം. അദ്ദേഹം അയച്ചിട്ടുള്ള മെസ്സേജുകൾ ഞാൻ വായിച്ചു തരാം. ഒരു വാർത്താക്കുറിപ്പ് നടത്തിയിട്ടില്ല, ഒരു വിശദീകരണവും നൽകിയിട്ടില്ല. മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണറുടെ ഓഫീസിൽ നിന്ന് തന്നെ സോഴ്സസ് എന്ന് പറഞ്ഞ മാധ്യമപ്രവർത്തകർക്ക് അയച്ചു കൊടുക്കുന്ന സെന്റൻസുകൾ ഞാൻ വായിച്ചു തരാം താങ്കൾക്ക്. അതുകൊണ്ട് ഭരണഘടനാ സ്ഥാപനത്തിന്റെ പരിപാലനത്തെ കുറിച്ചൊക്കെ പറയുമ്പോൾ ജനങ്ങളോട് അക്കൗണ്ടബിളാവണം ശ്രീ യുവരാജ് ഗോകുൽ ആദ്യം. അതിനുശേഷമാണ് പരിപാലനത്തെ കുറിച്ചൊക്കെ സംസാരിക്കേണ്ടത്. ഞാൻ തിരിച്ചു വരാം. നിങ്ങൾക്ക് പരാതി ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന് രേഖാമൂലം പരാതി കൊടുക്കാൻ പറഞ്ഞിട്ട് ആ വഴിക്ക് തിരിഞ്ഞു നോക്കാതിരിക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ് വന്നിരുന്ന് വാദിക്കുന്നത്. മനോരമ വല്ലാത്ത തലവേദന, ഞാനൊന്ന് കിടക്കട്ടെ. ഏത് പട്ടികയെ കുറിച്ചാണ് പരാതി പറയേണ്ട ശ്രീ യുവരാജ് ഗോകുൽ? 2025 പുതിയ വോട്ടർ പട്ടികയുടെ കരട് പ്രസിദ്ധീകരിച്ചു കഴിഞ്ഞു. കഴിഞ്ഞു പോയ വോട്ടർ പട്ടികയിൽ നടന്ന കാര്യങ്ങളെ കുറിച്ചാണ് പറഞ്ഞത്. പുതിയ ഡ്രാഫ്റ്റ് വന്നു കഴിഞ്ഞു 2025 ജനുവരിയിൽ. ഇനി ഏത് പട്ടികയെ കുറിച്ച് ആർക്കാണ് സത്യവാങ്മൂലം? പ്രശ്നം നിഷയ്ക്ക് മുമ്പിൽ ഞാൻ വളരെ കൃത്യമായിട്ട് 2 ഉദാഹരണങ്ങൾ പറഞ്ഞുതരാം. അല്ലല്ല നിഷ ഇങ്ങനെ പറയാതെ 2 ഉദാഹരണങ്ങൾ ഞാൻ വളരെ കൃത്യമായിട്ട് പറഞ്ഞുതരാം. ശ്രീ എൻ കെ പ്രേമേന്ദ്രൻ ഇവിടെ ഇരിപ്പുണ്ട്, അദ്ദേഹം കൊല്ലം എം പിയാണ്. അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകനായിട്ടുള്ള ശ്രീ അടൂർ പ്രകാശ് 2019 അദ്ദേഹത്തിന് ഈ പറയുന്ന പോലെ പാർലമെന്റ് മണ്ഡലത്തിനകത്ത് ആറ്റിങ്ങൽ പാർലമെന്റിനകത്ത് വോട്ട് ഡബിളിംഗ് ഉണ്ടെന്ന് കണ്ടപ്പോൾ 50,000-ൽ പകരം വോട്ടിന്റെ ഡബിളിംഗ് വന്നു എന്ന് കണ്ടപ്പോൾ അദ്ദേഹം രേഖാമൂലം പഠിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി കൊടുക്കുന്ന സാഹചര്യം ഉണ്ടായി. ആ വോട്ടുകൾ മുഴുവൻ ക്യാൻസൽ ചെയ്യപ്പെടുന്ന സാഹചര്യം ഉണ്ടായി. അതുപോലെ കഴിഞ്ഞ ദിവസം ഭാരതീയ ജനതാ പാർട്ടിയുടെ ഭാഗത്ത് ഈ പറയുന്ന ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് 2 ലക്ഷത്തിലധികം വോട്ടിന്റെ ഡബിളിംഗ് ഉണ്ടെന്നും പല മിസ്മാച്ചും ഉണ്ട് എന്ന് കണ്ടപ്പോൾ കൃത്യമായിട്ട് ഞങ്ങൾ തെരഞ്ഞെടുപ്പിന് മാസങ്ങൾക്ക് മുമ്പ് തന്നെ പബ്ലിക്കിന്റെ മുമ്പിൽ വന്ന് പറയുകയും തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി കൊടുക്കുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടായി. എത്ര കൊടുത്ത ചവിട്ടി അവന്റെ അണ്ണാക്കകത്ത് കയറ്റിയിട്ടുണ്ട്.